എന്താ അത്? അങ്ങോട്ട് പാതേ അങ്ങോട്ട്. എന്റെ അച്ഛൻ എന്തുവാടാ ഈ ചെയ്യുന്നേ? വീട്ടിലെ കിണറ് പാറ്റി, വെള്ളം ഒട്ടുമില്ല. തുണി അതിന് കഴുകാനുണ്ടായിരുന്നു. ഇവിടെ പിന്നെ വെള്ളം ഉണ്ടല്ലോ. പുതിയ കല്ലൊക്കെ കൊള്ളാം. തുണി കഴുകാൻ പറ്റിയ കല്ല്. നീ അങ്ങോട്ട് മാറ, വെള്ളം തെറിക്കും. നിർത്തട, നീ അടിക്കുന്ന ഓരോടിയും എന്റെ അച്ഛന്റെ മണ്ടക്കിട്ടടാ കൊള്ളുന്നേ. എന്തുവാടേ പറയുന്നേ? പറഞ്ഞ പോലെ നിന്റെ അച്ഛൻ എന്ത് ചെയ്യും? എന്റെ അച്ഛന്റെ സമാധിക്കല്ലറട മണ്ടക്കിട്ടാണോടാ നീ തുണി കഴുകുന്നേ? അയ്യോ അമ്മേ, നിന്റെ മണ്ടക്കിട്ടാണോ തുണി കഴുകിക്കൊണ്ടിരുന്നത്? എന്നിട്ട് ഞങ്ങളടുത്തൊന്നും പറഞ്ഞില്ലല്ലോ നിന്റെ അച്ഛൻ മരിച്ച കാര്യം. ഇറങ്ങിപ്പോടാ എന്റെ മുന്നിൽ. എന്നാലും നീ എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല നിന്റെ അച്ഛൻ മരിച്ച കാര്യം. നിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന അലവലാതി അല്ലയോടാ ഞാൻ, അയക്കാരനല്ലയോടാ ഞാൻ. എന്നിട്ട് നീ എന്റെ അടുത്ത് പറഞ്ഞില്ല. അച്ഛന്റെ ചമാതി പോടാ അവിടുന്ന്. എന്റെ അഴുക്ക് സോപ്പ് പോകാതെ എന്റെ അച്ഛന്റെ തലയിൽ വീണോ എന്തോ. അച്ഛൻ വിഷമിക്കണ്ട കേട്ടോ. അയ്യേ, ഹലോ ചേച്ചി, ഇവിടെ ആരുമില്ലേ? ആരായിരിക്കും? അവിടെ ആരുമില്ലല്ലോ. എടാ നീ ഒരു കാര്യം ചെയ്യാ, കവർ അപ്പുറത്തെ വീട്ടിൽ കൊടുത്താൽ മതിയോ? എന്നാ ശരി. എന്നാ അമ്മേ, എന്തോ അമ്മേ അപ്പുറത്ത് എന്തോ നോക്കുന്നേ? ഓ, അപ്പുറത്താരുടെ നിൽക്കുന്നേ, ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല സത്യമായിട്ടും. അമ്മയുടെ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അമ്മേ, അപ്പുറത്താരെങ്കിലും വന്ന് അമ്മയ്ക്ക് എന്താ 24 മണിക്കൂർ അപ്പുറത്താര വരുന്നെന്നും പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുക. എടാ പോന്നെ, നീ എന്നെ അങ്ങനെ കുറ്റക്കാരിയാക്കരുത്. ആ വന്നതിന് കള്ളനാണെങ്കിലോ? അവനെ കണ്ടാ തന്നെ അറിയാം കള്ളനാന്ന്. അവൻ എന്തെങ്കിലും മോട്ടിക്കാൻ വന്നയാണോ ഇനി? ഞാനോ? ചേച്ചി, ആരാടാ നീ? ചേച്ചി ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന ആ കള്ളൻ ഞാനാ. ഞാൻ കള്ളനൊന്നും അല്ല. അപ്പുറത്തവരെ ഫോണിൽ വിളിച്ചു പറഞ്ഞു ഈ കവർ ഇവിടെ എത്തിക്കാൻ. അവര് വന്നെടുത്തോളൂ. ണ്ടല്ലോ എന്തോ കാര്യമായിട്ടുള്ള സാധനമാണ്. ഇവിടെ മനെ ചെറുക്കൻ പോയോ? നമുക്കത് പൊട്ടിച്ചു നോക്കിയാലോ? ചെറുക്കൻ എന്തോ വിചാരിച്ച് കാണുമോ എന്തോ. നീ അറിഞ്ഞോ, നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ രമണിയുണ്ടല്ലോ സിനിമയിലെടുത്തെന്ന്. അപ്പുറത്തെ വീട്ടിലെ രമണിയെ സിനിമയിലെടുത്തെന്ന. എങ്ങനെ? പൈസ കൊടുത്തിട്ടെങ്ങാണ്ടാ കിട്ടിയെന്നാ പറയുന്നത്. നീ എന്തു പറ്റിയടി? നിനക്ക് നെഞ്ചുവേദന എടുക്കുന്നു. എണീച്ച്. നീ എന്തു പറ്റിയടി നിനക്ക്? ഇനി അവള് നിലത്തും താഴെ ആയിരിക്കത്തില്ലേ? ചേട്ടാ, നമുക്ക് വീട് മാറിപ്പോയാലോ? എന്തിന്? വന്നു. അവക്ക് ഇനി എന്റെ അടുത്ത് പറയാതെ സമാധാനമില്ലേ? അവക്ക് എന്നെ കുത്തി നോവിക്കണം. അവിടെ മുന്നിൽ എനിക്ക് പോവാൻ വയ്യ ചേട്ടാ. വിളിക്കുന്നേ, പോ അങ്ങോട്ട്. ഞാൻ അറിഞ്ഞോ നിനക്ക് സിനിമയിൽ അവസരം കിട്ടിയത്? എങ്ങനെ അടി കിട്ടിയത്? ഒന്നുമില്ല ചേച്ചി, അതൊരുത്തം പറ്റിച്ചെന്നേ. സമാധാനമായി. മനസ്സ് തണുത്തു. സിനിമയില് വേഷം തരാന്നും പറഞ്ഞ അവൻ പറ്റിച്ചു ചേച്ചി. 2 ലക്ഷം രൂപയാ വാങ്ങിച്ചോണ്ട് പോയത്. എന്റെ പ്രാർത്ഥന കേട്ടു ചേട്ടാ.